സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും അർജുനനും കൂടി നടക്കാനിറങ്ങി. ഇരുവരും നടന്നു പോകവേ വഴിയിൽ ഒരു ബ്രാഹ്മണൻ ഉണങ്ങിയ പുല്ലുകൾ തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. അയാളുടെ അരയിൽ കൂർത്ത ഒരു വാളും തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അയാളെ കണ്ട മാത്രയിൽ തന്നെ അയാൾ ഒരു വിഷ്ണു ഭക്തനാണെന്ന് അർജുനൻ മനസ്സിലാക്കി. വൈഷ്ണവർ ഒരു ജീവികളെയും കൊല്ലുകയില്ല, മാത്രമല്ല പച്ചപ്പുല്ലിനും ഉണ്ടെന്നതുകൊണ്ടാണല്ലോ ഉണങ്ങിയ പുല്ല് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയിൽ ശ്രേഷ്ഠനായ ഇയാൾ തൻ്റെ അരയിൽ കത്തി തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം അർജുനന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് ജിജ്ഞാസപൂർവം ഭഗവാനോട് കാരണം തിരക്കി. കൃഷ്ണനാകട്ടെ, നീ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി എന്ന് അയാൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അങ്ങനെ അർജുനൻ ആ വൈഷ്ണവനോട് പറഞ്ഞു, അങ്ങ് ജീവനുള്ളവയെ നശിപ്പിക്കാത്ത ആളായതുകൊണ്ടാണല്ലോ ഉണക്കപ്പുല്ല് കഴിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് അരയിൽ വാള് തൂക്കിയിട്ടിരിക്കുന്നത്? അതിന് വൈഷ്ണവൻ്റെ മറുപടി ഇപ്രകാരം ആയിരുന്നു: 4 ക്രൂരന്മാരെ ശിക്ഷിക്കാനാണ് ഞാൻ ഈ വാൾ അരയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അവരെ നേരിൽ കാണുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ആ 4 പേർ ആരൊക്കെയാണെന്ന് അർജുനൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവരിൽ ആദ്യത്തെ ആൾ പാപിയായ നാരദൻ എന്ന് വൈഷ്ണവൻ പറഞ്ഞപ്പോൾ, ആര് നാരദനോ? അദ്ദേഹം എന്തു തെറ്റു ചെയ്തു എന്ന് അർജുനൻ അമ്പരപ്പോടെ ചോദിച്ചു. അതോ നാരദൻ്റെ അഹങ്കാരം കണ്ടോ? അവൻ കാരണം എൻ്റെ ഭഗവാന് ഒരു നിമിഷം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല. സദാസമയവും രാവും പകലുമില്ലാതെ ഭഗവാന്റെ അസൗകര്യത്തെപ്പറ്റി ചിന്തിക്കാതെ പാട്ടും സംഗീതവുമായി അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തുന്നു. അതുകൊണ്ട് ഭഗവാന് സ്വസ്ഥതയും നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ആൾ ആരാണെന്ന് അർജുനൻ ചോദിച്ചു. ഗർഭമൂത്ത ആ ദ്രൗപദി തന്നെ അല്ലാതാരാ? അവൾ ചെയ്ത അപരാധം എന്താണെന്ന് അല്പം ഭയത്തോട് തന്നെ അർജുനൻ തിരക്കി. അവൾ ചെയ്ത അക്രമം കണ്ടോ? ഭഗവാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്നും പാണ്ഡവരെ രക്ഷിക്കാനായി കാമ്യക വനത്തിലേക്ക് ഭക്ഷണം കഴിക്കാതെ പോകേണ്ടി വന്നു. അവൾ ഭക്ഷിച്ചു ബാക്കി വന്ന ആഹാരം ഭഗവാന് നൽകുകയും ചെയ്തു. മഹാഭാരത യുദ്ധത്തിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ പാഞ്ചാലിയുടെ കൂടെ ഭീഷ്മ പിതാമഹനെ കാണാൻ കൃഷ്ണൻ പോയപ്പോൾ അവളുടെ പാദുകങ്ങൾ ഭഗവാനെ കൊണ്ട് ചുമപ്പിക്കുകയും ചെയ്തു. അത്രത്തോളം അവളുടെ അഹങ്കാരം വളർന്നു. ആട്ടെ, മൂന്നാമത്തെ ആൾ ആരാണെന്ന് അർജുനൻ ചോദിച്ചു. ഹൃദയമില്ലാത്ത പ്രഹ്ലാദൻ തന്നെ. ഒട്ടും മടികൂടാതെ എൻ്റെ ഭഗവാനെ തിളയ്ക്കുന്ന എണ്ണയിൽ ഇറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കിയില്ലേ? വജ്രം പോലെ കാഠിന്യമുള്ള തൂണിനെ പിളർത്തി ഭഗവാന് പുറത്തു വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ? വൈഷ്ണവൻ രോഷാകുലനായി പറഞ്ഞു. ആട്ടെ സ്വാമി, ആരാണ് നാലാമൻ? അർജുനൻ ചോദിച്ചു. മഹാപാപിയായ അർജുനൻ തന്നെ. അർജുനനോ? അവൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് വിറയാർന്ന ശബ്ദത്തിൽ അർജുനൻ ചോദിച്ചു. ഏറ്റവും വലിയ കുറ്റവാളി അവനാണ്. ആ അർജുനൻ അവൻ ചെയ്ത പാതകം എന്തെന്നോ? എൻ്റെ ഈശ്വരനായ ഭഗവാനെ അവൻ്റെ തേരാളിയാക്കി അദ്ദേഹത്തെ തരം താഴ്ത്തി മഹാഭാരത യുദ്ധം ചെയ്തില്ലേ? വൈഷ്ണവൻ്റെ മറുപടികൾ കേട്ടപ്പോൾ അർജുനന് ബോധോദയമുണ്ടായി. ഭഗവാനോടുള്ള വൈഷ്ണവൻ്റെ നിസ്വാർത്ഥമായ ഭക്തിയുടെയും പരിശുദ്ധമായ സ്നേഹത്തിൻ്റെയും ആഴം അർജുനന് മനസ്സിലായി. ആ വൈഷ്ണവ ഭക്തൻ്റെ ഭക്തിയുടെ ആഴം മനസ്സിലാക്കിയ അർജുനൻ ആ നിമിഷം തന്നെ ഭഗവത് ഭക്തിയിൽ തന്നേക്കാൾ ശ്രേഷ്ഠൻ ആരുമില്ലെന്ന അഹങ്കാരം വെടിഞ്ഞു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.